മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മളെല്ലാവരും അസംബിൾ ചെയ്തിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർക്ക് ജീവന്റെ സമൃദ്ധി തരും. ജീവൻ തരാനും അത് സമർത്ഥമായി തരാൻ വേണ്ടിയിട്ടല്ലേ യേശു വന്നിരിക്കുന്നത്. ഇതാ ഇന്നത്തെ തിരുവചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. 118 സങ്കീർത്തനം 17 തിരുവാക്യം. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. മകളെ, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗികൾ, ട്യൂമർ രോഗികൾ, ഡയാലിസിസ് രോഗികൾ, നാളെ ഓപ്പറേഷന് വിധിച്ചിട്ടുള്ളവർ, ഇവരൊക്കെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പല മക്കൾക്കും ഭയത്തിന്റെ ദുരാത്മാവ് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രഘോഷിക്കണം. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. പ്രത്യാശയോടെ യേശുവിന്റെ കരങ്ങൾ പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ജപമാലയുടെ കുരിശിന്മേൽ പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. കയ്യിലിരിക്കുന്ന പ്രാർത്ഥനാ പുസ്തകം കരങ്ങളെടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രത്യാശയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയും ദൈവം അത് സ്വീകരിക്കും. ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല. ദൈവം നമ്മെ ചേർത്ത് പിടിക്കും. യേശുവിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സഹനങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. അവിടുന്ന് നമ്മെ കരുതുന്നവനാണ്. നമ്മെ കുറിച്ച് അവിടത്തേക്ക് വിചാരമുണ്ട്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.